ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക് ടി വി. അപ്പോൾ ഇന്നത്തെ ന്യൂസ് നോക്കാം. ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് കുറച്ചധികം നാളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. BS7 വരുന്നു. BS7 എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെങ്കിൽ BS6 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എമിഷൻ നോംസ് ആണ്. പൊല്യൂഷനെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എമിഷൻ നോംസ് ആണ്. ഭാരത് സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം എമിഷൻ നോംസ് ആണ് BS6 എന്ന് പറയുന്നത്. സോ BS6ന് അപ്ഡേറ്റ് ആയിട്ട് BS7 വരാൻ പോവാണ്. പെട്ടെന്നൊന്നും അല്ല വരുന്നത്, എന്നാലും അധികം ടൈമില്ല. ഏറ്റവും ആദ്യത്തെ കാര്യം, ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ്. ഓൾറെഡി ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ മാനുഫാക്ചേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിലും കാർ മാനുഫാക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും BS7 എന്ന് പറയുന്ന ഒരു എമിഷൻ നോംസ് വരുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് കസ്റ്റമറിന് അടുത്തൊരു പണി വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു. പണി എന്ന് പറയുന്നത് പെർഫോമൻസിന്റെ കാര്യത്തിലാണ്, നമുക്കറിയാം, മൈലേജിന്റെ കാര്യത്തിലല്ല. പെർഫോമൻസിന്റെ കാര്യത്തിൽ വളരെയധികം പ്രശ്നങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. BS7 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവാൻ പോവുക എന്നുള്ളത് തന്നെ നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി BS7 എന്ന് പറയുന്നത് നമുക്കറിയാം യൂറോ ബേസ് ചെയ്തിട്ടാണ്, യൂറോപ്പ് എമിഷൻ നോംസിന് ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലും എമിഷൻ നോംസ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ഇപ്പോൾ നമ്മുടെ പുറത്ത് യൂറോപ്പിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എമിഷൻ നോംസ് നെക്സ്റ്റ് ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് Euro 7 എന്നൊക്കെ ആവാം. സോ വരാൻ പോകുന്ന എമിഷൻ നോംസിന്റെ ആ ഒരു കട്ടി അല്ലെങ്കിൽ അതിന്റെ എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നുള്ള ആ ഒരു തീരുമാനത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയിലും BS7 എന്ന് പറയുന്ന എമിഷൻ നോംസ് വരുന്നത്. അപ്പൊ നമുക്കറിയാം, അടുത്ത വർഷം അറിയാം കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് എന്നുള്ളത്. ഇപ്പൊ നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനുഫാക്ചേഴ്സ് ആരും വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ BS7 വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തോളൂ, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കറിയാം, ഇപ്പോൾ ഉള്ളത് BS6ന്റെ phase 2 എന്ന് പറയുന്ന ഒരു നോംസ് ആണ്. ഇനി വരാൻ പോകുന്ന BS7 എന്ന് പറയുന്നതിന് രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് അപ്ഡേറ്റ് വരുന്നത്. ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് BS7 വരുന്നത് 2025 അതിനുശേഷം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നത് BS7 എന്ന് പറയുന്നതിന് അപ്ഡേറ്റ് വരുന്നത് 2027 ഇതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറെ കാര്യങ്ങൾ മാറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എയർ ഫിൽട്ടർ, അതുപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ, എക്സോസ്റ്റ്, എഞ്ചിനിൽ വരുന്ന മാറ്റങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും. നമുക്കറിയാം, മാക്സിമം എമിഷൻ കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്യൂവലിനെ മാക്സിമം ബേൺ ചെയ്യുക എന്നുള്ളതാണ്. സോ മാക്സിമം ബേൺ ചെയ്ത് മാക്സിമം പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ, ഒരു ലീനർ ആയിട്ടുള്ള രീതിയിൽ എഞ്ചിൻ റൺ ചെയ്ത് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന BS7 വരുന്ന അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ചുമ്മാ എഞ്ചിനിൽ വരുന്ന അല്ലെങ്കിൽ ടെയിൽ പൈപ്പ് അല്ലെങ്കിൽ ടെയിൽ എൻഡിൽ വരുന്ന പൊല്യൂഷനെ കുറയ്ക്കുക എന്ന് മാത്രമല്ല, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു പാർട്ടിക്കൽ പൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം. ഇലക്ട്രിക് വെഹിക്കിൾസിലെ പാർട്ടിക്കൽ പൊല്യൂഷൻസ് കമ്പയർ ടു ഒരു ഐസി എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പാർട്ടിക്കൽ പൊല്യൂഷന്റെ എമൗണ്ടും, അത് ടയറിൽ നിന്ന് വരുന്ന പാർട്ടിക്കൽ പൊല്യൂഷൻ, ബ്രേക്സിൽ നിന്ന് വരുന്ന പാർട്ടിക്കൽ പൊല്യൂഷൻ, അങ്ങനെ എന്തൊക്കെ പാർട്ടിക്കൽ പൊല്യൂഷൻസ് വരുന്നുണ്ടോ ആ ഒരു പാർട്ടിക്കൽ പൊല്യൂഷൻ എല്ലാം കുറയ്ക്കാനായിട്ടുള്ള ഒരു എമിഷൻ നോംസ് കൂടിയാണ് വരാൻ പോകുന്ന Euro 5 വരാൻ പോകുന്ന BS7 എന്ന് പറയുന്ന എമിഷൻ നോംസ് എന്ന് പറയുന്നത്. ഇനി ഇത് പെട്രോൾ എഞ്ചിന് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിന് മാത്രമല്ല, ഇലക്ട്രിക് വെഹിക്കിൾസിനും BS7 എന്ന് പറയുന്ന ഒരു എമിഷൻ നോംസ് ബാധകമാണ്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പാർട്ടിക്കൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് കമ്പയർ ടു ഇന്ത്യൻ കമ്പഷൻ എഞ്ചിൻ ആയിട്ടുള്ള വെഹിക്കിൾസിനേക്കാളും കൂടുതലാണ്. പാർട്ടിക്കൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടയറിൽ നിന്ന് വരുന്ന ചെറിയ മൈക്രോ പാർട്ടിക്കിൾ ആയിട്ടുള്ള പൊല്യൂഷൻ, ബ്രേക്കിന്റെ വയറിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ, അങ്ങനെയുള്ള പൊല്യൂഷൻസ് ആണ് ഈ പറയുന്ന പാർട്ടിക്കൽ പൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സോ അതിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഈ പറയുന്ന BS7ന്റെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, വണ്ടികളുടെ പൊല്യൂഷൻ കുറയ്ക്കുക മാത്രമല്ല, ഫാക്ടറിയിലെ കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ പൊല്യൂഷൻ, ഫാക്ടറി ബേസ് ചെയ്തിട്ടുള്ള പൊല്യൂഷനും കുറയ്ക്കാനായിട്ടുള്ള ഒരു നിയമം കൂടി, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം കൂടിയും ഈ ഒരു BS7ന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത കാര്യം, എന്താണ് BS7 എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ എന്താവും BS7 എന്നുള്ള ഒരു ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് കാറുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ബൈക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെയധികം ടെൻഷനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് BS7 എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ഡീസൽ എഞ്ചിന്റെ കാര്യം അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിളിന്റെ കാര്യം എന്താവും എന്നൊരു ഡൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ റേറ്റ് എന്ന് പറയുന്നത് എന്തായാലും കുറയില്ല, കൂടുകയുള്ളൂ. കാരണം ഇത്രയധികം റിസർച്ചും ഇത്രയധികം ഡെവലപ്മെന്റ് ഒക്കെ ചെയ്ത് ഒരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ റേറ്റ് കൂടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ലൊരു മോട്ടോർ സൈക്കിൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളോ കാറോ കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാനാണ് ശ്രമിക്കുക. ഇനി വരും വർഷങ്ങൾ ഈ പറയുന്ന എമിഷൻ നോംസിന്റെ കാര്യങ്ങളൊക്കെ വളരെയധികം കടുകട്ടിയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.